സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ട വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഈ ഒരു മാസം മുഴുവനും ചർച്ച ചെയ്യുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരാണ് ചർച്ച ചെയ്തത്? മഞ്ഞപ്പത്രങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ. ശബരിമല വിഷയങ്ങൾ ഒരു സൈഡിൽ കൂടെ വരുന്നു. ആ ശബരിമല വിഷയങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു തട വെച്ചിട്ട് നിർത്തും. തട ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. ശബരിമല വിഷയം ഇവിടെ വരെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വന്നപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ സർക്കാർ എന്തായി? ഹാപ്പി, ഹാപ്പി വിഷയമായി. എന്താണ്? ശബരിമല വിഷയങ്ങളൊക്കെ എഴുതി തള്ളി. ഇടയ്ക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വേസ്റ്റിന്റെ പീസൊക്കെ വരുന്നത് പോലെ, ചെറിയ പൊടികളൊക്കെ ഇങ്ങനെ പറക്കുന്നത് പോലെ ശബരിമല വിഷയം എടുത്തിടുന്നുണ്ട്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായിരിക്കുന്നു. എവിടേക്ക് ഒളിച്ചാലും നിന്നെ ഞങ്ങൾ അവിടെ വന്ന് പൊക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പിള്ളേരും ബി ജെ പിയിലുള്ള പല ആളുകളും, ബി ജെ പി അധികം വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല, പക്ഷെ അവർ നൈസായിട്ട് ന്യൂട്രലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡിവൈഎഫ്ഐയിലുള്ള പിള്ളേരൊക്കെ വലിയ രീതിയിൽ മെഴുകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് അതിന് പിന്നാലെ അതിജീവിതയുടെ പേര് പുറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വരനെ പിടിച്ചകത്തിട്ടിരിക്കുന്നു. രാഹുൽ ഈശ്വരനെ ഇതിനും പുറത്ത് വിട്ടിട്ടില്ല. പിന്നീട് വേറൊരു വാർത്ത വന്നിരിക്കുന്നു. ഒരു അജീഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ ഐഡന്റിറ്റി സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഒരു ഷറഫുന്നിസ എന്ന് പറയുന്ന ഒരാള്, പുള്ളിക്കാരി പറയുന്നത്, പിഞ്ചു പൂവിനെ പിച്ചി ചീന്തിയ കാബാലിക നീ ഇത്രയും ക്രൂരനോ? രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി വിമർശിച്ച് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറഫുന്നിസ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു കേട്ടോ. ആ കമൻറ്റുകൾ നമ്മളെല്ലാവരും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കമൻറ്റുകൾ തന്നെയാണ്. അതിൽ പറയുന്നത്, ഏതാണ് പിഞ്ച് പൂവ്? കെട്ടിയ ഭർത്താവിനെ വഞ്ചിച്ച് വേറൊരാളെ കണ്ടെത്തിയവരാണോ എന്നൊരു ചോദ്യമുണ്ട്. സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും. 3 കുട്ടികളെ അനാഥമാക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ ചതിച്ച് വേറൊരു തൻ്റെ കൂടെ പോയ നീയാണോ രാഹുലിനെതിരെ കവിത എഴുതുന്നത്? തൊലിക്കട്ടി അപാരം തന്നെ. ഇതിനെപ്പറ്റി എനിക്കറിയില്ല, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കൊള്ളാം. പിന്നെ ഇരകളും വാദികളും കോൺഗ്രസ്, പക്ഷേ ഇത് കമ്മികളുടെ ഇലക്ഷൻ കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളുടെ കമൻറ്റുകളുണ്ട്. എന്താണ് നീ ഉദ്ദേശിച്ചത്? പിഞ്ച് പൂവ് എന്ന് തന്നെയല്ലേ, അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗർഭചിത്രം നടത്താനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് ആ ഒരു മെഡിസിൻസ് അത്രയും മാരകമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ ആ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വരനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റും? രാഹുൽ ഈശ്വരനെതിരെ വലിയ രീതിയിൽ ഡിവൈഎഫ്ഐ കമ്മിക്കുട്ടന്മാർ സംഘികളൊക്കെ മെഴുകുന്നുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നാളെ എനിക്കോ നിനക്കോ ഒക്കെ വരാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ വന്നിട്ട് അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് അവിടെ കൊണ്ട് തീരുകയാണ്, അവിടെ കൊണ്ട് അവൻ്റെ ലൈഫ് തീരുകയാണ്, അല്ലെങ്കിൽ ലൈഫ് ഞങ്ങൾ തീർക്കും. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ. നമുക്കൊരു ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും ആ ഇലക്ഷൻ്റെ സമയത്ത് വരുന്ന ഒരു പ്രത്യേക തരം ഒരു പ്രതിഭാസമാണ് അതിജീവിതകൾ, അല്ലെങ്കിൽ ഇരകൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പീഡന കേസുകൾ എന്നൊക്കെ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് സരിതയെ കണ്ടുപിടിച്ച് വന്നതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പല ആളുകളും ഈ രീതിയിൽ സ്ത്രീകളുമായിട്ട് മോശം ബിഹേവിയർ കാണിക്കുന്ന, സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാം, ബി ജെ പി ഒരു വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ട് ഒരു വീട്ടമ്മയെ കയറി പിടിച്ചൊരു സംഭവമൊക്കെ ഇടയ്ക്ക് ഉണ്ടായതാണ്. പിന്നെ മുകേഷ് MLA യുടെ കാര്യം. മുകേഷ് MLA സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ വരുന്നതിന് മുൻപ് അല്ല വന്നതിന് ശേഷമൊക്കെ ഒരു പെൺകുട്ടിയുമായിട്ട് മോശമായിട്ട് ആ പെൺകുട്ടിയുടെ ബിഹേവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി സ്വീകരിച്ച നിലപാടെന്നും, പിന്നീട് മറ്റുള്ള ബി ജെ പിയിലുള്ള പ്രശ്നങ്ങളിലൊക്കെ അവർ സ്വീകരിച്ച നിലപാട് എന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും കാണാനില്ല. കാരണം അവർ പ്രത്യേകിച്ച് ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ VD സതീശൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്, ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടാവുകയും അതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ നടപടി എടുത്തൊരു പാർട്ടി അത് ഞങ്ങളുടെ പാർട്ടിയാണെന്നാണ്. ഇവർക്ക് കേവലം ഇത് പാർട്ടികൾ തമ്മിലുള്ളൊരു കളിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം മാത്രമാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാളുടെ ലൈഫാണ്, അയാളുടെ ജീവിതമാണ്. ആ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നത്. അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് അവർക്ക് നീതിയായിരുന്നു ആവശ്യമെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് കോടതിയിലേക്ക് പോകാമായിരുന്നു. എന്നാൽ അവരവിടെ എന്താണ് ചെയ്തത്? അവർ കോടതിയിൽ പോകാതെ നേരെ മുഖ്യമന്ത്രിയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കാണാൻ പോയി. പിണറായി വിജയൻ സഖാവ് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാലും, ഹണി റോസിൻ്റെ വിഷയത്തിൽ ഹണി റോസ് ആദ്യം പോയത് ഈ പറയുന്ന നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കാണാനാണ്. പിന്നെ അതുപോലെയുള്ള പല വിഷയങ്ങളിലും, വേടൻ്റെ വിഷയത്തിലും പിണറായി വിജയൻ സഖാവിനെ കാണാനാണ് ആളുകൾ പോയത്. ഇപ്പോൾ ഈ വിഷയത്തിലും ഇതാ പിണറായി വിജയൻ സഖാവിനെ കാണാൻ പോയിരിക്കുന്നു. എന്തേ? നമ്മുടെ നാട്ടിലെ പോലീസോ നമ്മുടെ നാട്ടിലെ കോടതിയോ ഒന്നും അത്രയ്ക്കും വില മതിക്കാനാവുന്നതൊന്നുമല്ലേ? നമ്മുടെ നാട്ടിലെ പോലീസും കോടതിയും ഒന്നും വേണ്ട രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? അതുകൊണ്ടാണോ മുഖ്യമന്ത്രി ത്രൂ നിങ്ങൾ ഈ കേസ് പ്രോസസ്സ് ചെയ്യുന്നത്? ഇരയുടെ പ്രൈവസി, ഇരയ്ക്ക് നീതി കിട്ടാനായിരുന്നു ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരയ്ക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയോ പോലീസിനെ കാണുകയോ
കാണുകയോ കേസ് എഴുതി കൊടുക്കുകയോ അവർക്ക് പരാതിപ്പെടുകയും ചെയ്യാമായിരുന്നു. എന്നാൽ പ്രൈവസി റിവീൽ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കോടതിയിൽ പോയാലോ അവർ പോലീസ് സ്റ്റേഷനിൽ പോയാലോ അവരുടെ പ്രൈവസി ഒന്നും എവിടെ റിവീൽ ആവില്ല. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പാർട്ടിയോട് ചായവുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവരുടെ പ്രൈവസി റിവീൽ ആവുകയുള്ളൂ, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവർ മുഖ്യമന്ത്രിയെ ആശ്രയിച്ചു? എന്തുകൊണ്ട് പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് ഈ രീതിയിൽ കളിക്കുന്നു? അതിജീവിത എന്ന് പറയപ്പെടുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെ ഓർക്കുമ്പോൾ, അല്ലെ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, നീ ഒരു നാണം കെട്ടൊരു സ്ത്രീയാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി സംസാരിക്കുന്നത്. ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ തെറ്റ് രാഹുൽ ഈശ്വറിൻ്റെയോ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് മാത്രമാണെന്ന് പറയുന്ന ഒരു കാര്യത്തിനോടാണ് ഞാൻ എതിർക്കുന്നത്. ആ കുട്ടിക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യാജ അതിജീവിതയല്ല, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഏൽക്കപ്പെട്ട അല്ലെങ്കിൽ പീഡനം ഏൽക്കപ്പെട്ട ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് നീതി കിട്ടാൻ വേണ്ടി തന്നെ ഞാനും സംസാരിക്കും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മറ്റുള്ള പാർട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു സ്പോൺസർഷിപ്പ് പോലെ അവരൊരു സ്പോൺസർഷിപ്പ് ചെയ്ത് കളിപ്പിക്കുന്ന ഒരു കളി പോലെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കും. നീതി വേണമെന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടാം. പക്ഷേ ഇത് കേവലം നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തകർക്കാനും അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനും അയാളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടും കളിക്കുന്ന കളികളാണ്. ഇതിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചാനൽ രാവിലെ മുതൽ അവസാന രാത്രി വരെയും എല്ലാം 24/7 ഹവേഴ്സും ഇവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത, ഹോസ്ദുർഗ് കോടതി പരിസരത്ത് രാഹുലിന് പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ അംഗങ്ങൾ. ഈ ഒരു പ്രതിഷേധം മുകേഷിൻ്റെ കാര്യത്തിൽ എങ്ങും കണ്ടിട്ടില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ കാണാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് മുകേഷിൻ്റെ പീഡനം തീവ്രത കുറഞ്ഞതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പീഡനം വലിയ പീഡനമായിരുന്നു, ഭയങ്കര റെഡ് ഫ്ലാഗ് ഒക്കെ ഉള്ളൊരു പീഡനമായിരുന്നു എന്നാണ്. വേടൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, ഒരു കേസ് വന്നപ്പോൾ 6 ഇരകളാണ് വന്നത്. എന്നിട്ട് ഇപ്പോൾ എന്തായി? 1 ചുരുങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലും ഒരുപാട് 31 പേരൊന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവരെ ആരും കാണാതാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രതിഭാസം എന്താണെന്നുള്ളത് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിടിക്കപ്പെട്ടോ എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ കോടതി പരിസരത്ത് ഈ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ പൊതിച്ചോറൊക്കെ പൊന്തിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചത് മുതൽ തന്നെ അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടത്. എന്തായാലും ഈ സുള്ളിയിലാണ് അവസാനമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തത്. പ്രവർത്തകരുടെ കയ്യിൽ ഇരിക്കുന്നത് പൊതിച്ചോറാണ്. കുറച്ച് ദിവസമായി ഓട്ടത്തിലായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊടുക്കാൻ വേണ്ടി പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ പൊതിച്ചോറിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സൂചകമായി എന്നാൽ കയ്യിൽ പൊതിഞ്ഞെടുത്തൊരു പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോസ്ദുർഗ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത്. അരുൺ പൂപ്രമ തുടരാവുന്നതാണ്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്തുള്ള വലിയ പോലീസ് സന്നാഹം നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിലായി എന്ന സൂചനയാണ്. എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയുന്നു, ഔദ്യോഗികമായി എന്തൊരു കഷ്ടമാണല്ലേ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മൊട്ട അരുണിന്റെ തിടുക്കം. അത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഭാഗത്ത് തെറ്റിന് അല്ലെ അവന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് മുകേഷിന്റെ കാര്യത്തിൽ കാണിക്കാത്തൊരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഊർജം അല്ലെങ്കിൽ ഒരു ആർജവം എന്താടാ മൊട്ട അരുണേ നീ ഇവന്റെ വിഷയത്തിൽ കാണിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ കാണിക്കുന്നത്? ഒരു ലേശമെങ്കിലും മാധ്യമധർമ്മം, എത്തിക്സ് ഒക്കെ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എത്തിക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങളിൽ വേണം ഇത് കാണിക്കാനായിട്ട്. സ്വന്തം പാർട്ടിയിലുള്ളവർ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ എല്ലാം കൈകൾ കൊട്ടിയും കൈകൾ ഇങ്ങനെ ആലിംഗനം ചെയ്യാനായിട്ട് ഇങ്ങനെ സ്വീകരിക്കും. എന്നാൽ മറ്റുള്ള പാർട്ടിയിലുള്ളവർ എന്തെങ്കിലും കാണിച്ചാലോ അവരെ തല്ലിക്കൊന്നുകളെ, അവരുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല അവരെ തന്നെ ഉന്മൂലനം ചെയ്യും, അവരുടെ അടിവേര് വരെ പറിച്ചു കളയുന്ന ഒരു രീതിയാണ്. എന്തൊരു വൃത്തികെട്ട മ്ലേച്ഛകരമായ ഒരു അവസ്ഥയാണല്ലേ. അപ്പോൾ ഇതിനുശേഷം ഞാൻ വേറെ വാർത്തയിൽ കണ്ടത് MV ഗോവിന്ദൻ പറയുന്ന ഒരു പ്രത്യേകതരം ഒരു കോമഡി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യം കൂടെ ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം. മുകേഷിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് MV ഗോവിന്ദന് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. മുകേഷ് എന്ന് കുറെ കൊല്ലായ വരാൻ തുടങ്ങിയിട്ട് അതിനപ്പുറമൊന്നും വന്നിട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, അതിനോടെയാ പറയാൻ വന്നു. അതിനുശേഷം നിങ്ങൾ ഒന്നും പറഞ്ഞു കിട്ടിയിട്ടില്ലല്ലോ, ഇത്രയും കൊല്ലായല്ലോ. അല്ല അക്കാര്യത്തിൽ ഞങ്ങളെടുത്ത ആര് നടപടിയെടുത്തത്? MV ഗോവിന്ദൻ മാഷ് പറയുന്നത് നിങ്ങൾ അന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ എന്തിനാണ് ഈ പറയുന്നതാണ്, ഇലക്ഷൻ വരുമ്പോൾ എന്തിനാ പറയുന്നത്? അക്കാര്യത്തിൽ ഞങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ട്. മുകേഷ് എന്ന് പറയുന്ന ഒരാള് പാർട്ടിയിലുള്ള ഒരാളല്ലല്ലോ, ഈ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളല്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജഗദീഷിന്റെയും ജഗതിയുടെയും ഒരു കോമഡിയാണ്. താക്കോൽ എൻ്റെ ഇല്ലല്ലോ, താക്കോൽ ഒളിപ്പിച്ചു കഴിഞ്ഞാൽ താക്കോൽ എൻ്റെ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജഗദീഷ് പറയുന്ന ഒരു കാരണമാണല്ലോ, ഒരു കാര്യമല്ലോ, മണ്ടത്തരം പറയുന്നത് പോലെ. അതുപോലെയാണ് MV ഗോവിന്ദൻ മാഷ് എന്തൊക്കെയാണ് പറയുന്നത്. ഇളയൊക്കെ ആരാണോ പിടിച്ച് മാഷാക്കിയത്? MV ഗോവിന്ദൻ പറയുന്നത് മുകേഷിന് ഈ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് മുകേഷ് ഈ പറയുന്ന LDFന് വേണ്ടിയിട്ട് അല്ലെ LDFന്റെ ഒരു സാരഥിയായിട്ട് മത്സരിക്കുന്നത്? എല്ലാവരും അരിയാഹാരമാണ് കേട്ടോ സാറേ ഇതിൻ്റെ. ബാക്കി കേട്ടോ അല്ല, CPM അംഗം പോലുമല്ലോ അവര്. അത് മനസ്സിലായില്ലേ? കേക്ക് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ച. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ആർക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത്
ഈ രാഹുൽ മാക്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടുന്ന സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം, ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചോ, ചോദ്യത്തിന് ഞാനല്ലേ മറുപടി പറയുന്നു. ചോദിച്ചോ, അതിപ്പോൾ ഞാൻ മറുപടി പറയാം. ഏതാ ചോദ്യം ചോദിക്കും, ഏതാ ചോദ്യം, എന്ത് നടപടി എന്ന് ചോദിക്കും, ഏതാ നടപടി, എന്താ പ്രശ്നം ചോദിക്കും. എന്താ പിന്നെന്താ അതെ അതായത് അത് ഒരു MLA മാത്രമല്ലല്ലോ, നിരവധി MLA-മാരുണ്ടല്ലോ. CPM മാത്രമല്ലല്ലോ, കോൺഗ്രസിലില്ലേ രണ്ടാള് ജയിലിൽ കിടന്നവർ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ, ഇല്ലേ? നിങ്ങൾ മറന്നു പോകുന്നതിനാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറന്നു പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് കോൺഗ്രസിന്റെയും BJP-യുടെയും നൂറുകണക്കിന് MLA-മാർ ഇന്ത്യയുടെ വിവിധ മേഖലയിലും കേരളത്തിലും ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട്. എനിക്ക് ആ പാർട്ടി അംഗമല്ലല്ലോ. മുകേഷ് ഇപ്പോഴും പാർട്ടി മെമ്പറല്ല, അന്നുമല്ല ഇന്നുമല്ല. പിന്നെ ആരെ എവിടുന്ന് പുറത്താക്കാനാ? ഏത് നിലപാടെടുക്കാൻ? സ്വതന്ത്രം. കണ്ടില്ലേ, ചിരിച്ചുകൊണ്ട് എന്തൊരു മെഴുകലാണ്. മുകേഷ് ഇന്നും അന്നും ഒന്നും പാർട്ടിയുടെ ഒരു നേതാവോ അല്ലെ പാർട്ടിയുടെ മെമ്പറൊന്നും അല്ല. നമുക്കാണ് തെറ്റുപറ്റിയത്. നമ്മളെല്ലാവരും വിചാരിച്ചത് മുകേഷ് LDF-ന്റെ ഒരു സാരഥിയാണ്, അല്ലെങ്കിൽ LDF പാർട്ടിയുടെ ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ MLA ആണെന്നൊക്കെയാണ്. നമുക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ. മുകേഷ് UDF-ന്റെ അല്ല, BJP-യുടെ അല്ല, കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ല, എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും ഒരു പാർട്ടിയിൽ വരുന്ന ഒരാളല്ല. എന്തൊരു മണ്ടത്തരമാണ് ഗോവിന്ദൻ മാഷെ നിങ്ങൾ പറയുന്നത്. നിങ്ങളെപ്പോലെ ഇത്രയും ആരാധ്യനായ അല്ലെ ഇത്രയും വലിയൊരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഒരു ബഹുമാനീയനായ ഒരു മനുഷ്യൻ വന്നിട്ട് മണ്ടത്തരം വിളിച്ച് പറയുമ്പോൾ എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്താണ് നടപടി എടുത്തതെന്നുള്ളത്. അപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യം അത് മുൻപേ നടന്ന കാര്യമല്ല. മുൻപ് നടന്നതുകൊണ്ട് പീഡനം അല്ലാതാവുമോ? അത് പുതിയ അറിവാണ് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം 2 വർഷം കഴിഞ്ഞിട്ടാണ് അറിയുന്നതെങ്കിൽ അത് പീഡനമല്ലാതായേനെ. പക്ഷെ അത് അങ്ങനെ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുൻപേ അല്ലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരണം. അപ്പോൾ അത് പീഡനമായിരിക്കത്തില്ല. അതിജീവിതം കാണില്ല, പീഡിപ്പിച്ചവനും കാണില്ല, പരാതിപ്പെട്ടവരെയും കാണില്ല, ആരും കാണില്ല. ഇതൊരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ഷന് കുറച്ച് ചൂട് പിടിക്കാനും ഇലക്ഷൻ വെച്ചുകൊണ്ട് അയാളെ വെച്ചുകൊണ്ട് കുറച്ച് വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കളിക്കും. ചില ആളുകളല്ല, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP ഒരുമിച്ച് കളിക്കുന്ന ഒരു സഖ്യം ചേർന്ന് കളിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണ്. ഞാൻ ആദ്യമേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കി. അതിജീവിതയോടൊപ്പമാണോ നമ്മളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിജീവിതയാണെങ്കിൽ അതിജീവിതയോടൊപ്പമായിരിക്കും. എന്നാൽ ഇതൊരു അതിജീവിത എന്ന് പറയപ്പെടുന്നത് ഒരു സ്പോൺസർഷിപ്പിൽ കൂടി വന്നതാണെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് തന്നെ നമ്മളുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ പലരുടെയും ഭാഗത്ത് തെറ്റാണ്. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതൊരു ഏത് പൊസിഷനിൽ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിലും. പക്ഷേ രാഹുലിന് അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ തെറ്റാണ്, അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഈ പരാതിപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ഭാഗത്തും ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരുതിനോട് പോയിട്ടുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ നമുക്ക് അതിജീവിതം എന്ന് പറയാനൊന്നും പറ്റില്ല. അത് വേറെ സ്വഭാവം അല്ലെങ്കിൽ വേറെ രീതിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരു അധിക്ഷേപമൊന്നുമല്ല, ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ പരാതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും ഭാഗത്ത് കേസ് വേണം. അല്ലാതെ ഒരാളുടെ ഭാഗത്ത് മാത്രം കേസ് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ മാത്രം ഇങ്ങനെ ശിക്ഷിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? സമൂഹത്തിന് എന്ത് ഒരു മാതൃകയാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ വെറും പോരാട്ട നാടകങ്ങളാണ്. ഏത് പാർട്ടിയിലുള്ള ആളുകളാണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം എന്തായാലും എല്ലാം മനസ്സിലായി. ഈ ഒരു സംഭവങ്ങളിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അയാളെ പിടിച്ചകത്തിട്ട് ഇനി നമുക്ക് ഇതുപോലെ സംസാരിക്കാം, ഇനി നമുക്കെതിരെയും എന്തെങ്കിലും ആക്ഷൻ വരും. പക്ഷേ തെറ്റ് എവിടെയാണോ ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയും, ശരിയാണെങ്കിൽ ശരിയാണെന്നും പറയും. ഇനി ആ തെറ്റും ശരിയും ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ അയാളെയും കുറ്റം പറയും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു അജണ്ട. അപ്പോൾ പാപം ചെയ്തവർ കല്ലെറിയപ്പെടട്ടെ എന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതൊരാൾ മാത്രമല്ല, 2 പേരും ഉണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.